ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. ഗഗൻയാൻ ബഹിരാകാശ യാത്രാ സംഘത്തലവനായി മലയാളിയും പാലക്കാട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തലവൻ. ദൌത്യ സംഘത്തെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. BJPയുടെ ഹിന്ദുത്വ സിദ്ധാന്തങ്ങൾക്കും ഐഡിയോളജിക്കും പ്രവർത്തനങ്ങൾക്കുമൊന്നും കേരളത്തിൽ വലിയ അംഗീകാരം കിട്ടില്ലെന്ന് ശശി തരൂർ MP. രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് ശശി തരൂർ. പഴയന്നൂർ ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പൂരലഹരിയിൽ ഉത്രാളിക്കാവ്. കൂട്ടിയെഴുന്നള്ളിപ്പ് വൈകിട്ട്. എങ്കക്കാട് ദേശത്തിന്റെ വെടിക്കെട്ടോടെ പകൽ പൂരത്തിന് സമാപനമാകും. ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്ത് കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായി. വീടിന്റെ ഓട് തകർത്ത് കയറിയ കുരങ്ങന്മാർ സാധനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതോടെ LDFന്റെ 20 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം പൂർത്തിയായി. CPI സ്ഥാനാർത്ഥികളെയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഗഗൻയാൻ ബഹിരാകാശ യാത്രയ്ക്കുള്ള ബഹിരാകാശ യാത്രാ ദൌത്യ സംഘത്തെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻശു ശുക്ല എന്നിവരാണ് മറ്റു 3 പേർ. അഭിമാനകരമായ നിമിഷമാണിതെന്നും പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1800 കോടിയുടെ 3 പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സുഖോയ് യുദ്ധവിമാന പൈലറ്റായ പ്രശാന്ത് പാലക്കാട് നെന്മാറ കൂളങ്ങാട്ട് പ്രമീളയുടെയും വിളമ്പിൽ ബാലകൃഷ്ണന്റെയും മകനാണ്. പാലക്കാട് അകത്തേത്തറ NSS കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് അദ്ദേഹം ദേശീയ പ്രതിരോധ വിഭാഗത്തിൽ ചേരുന്നത്. 2020 ബഹിരാകാശ യാത്രയ്ക്കുവേണ്ടി 4 പേരെയും തിരഞ്ഞെടുത്തത്. തുടർന്ന് റഷ്യയിലെ ഗഗാറിൽ കോസ്മോനെറ്റ് സെന്ററിൽ അടിസ്ഥാന പരിശീലനത്തിന് അയച്ചു. തിരിച്ചെത്തിയതിനുശേഷം ബംഗളൂരു കേന്ദ്രമാക്കി പരിശീലനം തുടരുകയാണ്. 2025 3 പേരെ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്ത് എത്തിച്ച് 3 ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിൽ എത്തിക്കുന്നതാണ് ഗഗൻയാൻ പദ്ധതി. BJPയുടെ ഹിന്ദുത്വ സിദ്ധാന്തങ്ങൾക്കും ഐഡിയോളജിക്കും പ്രവർത്തനങ്ങൾക്കുമൊന്നും കേരളത്തിൽ വലിയ അംഗീകാരം കിട്ടില്ലെന്ന് ശശി തരൂർ MP. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ചരിത്രവും അനുഭവവും നോക്കുമ്പോൾ 2000 വർഷങ്ങളായി ഇവിടെ എല്ലാവരും സൗഹൃദത്തോടെ കഴിയുന്ന സാഹചര്യമാണ്. വടക്കേ ഇന്ത്യയിലെ വർഗീയതയും ചരിത്രവും ഒന്നും ദക്ഷിണേന്ത്യയിൽ വിലപ്പോകാത്തതുകൊണ്ട് മോദി ഇവിടെ എത്തുമ്പോൾ വികസനമാണ് പറയുന്നത്. എന്നാൽ എവിടെയാണ് വികസനമെന്നും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രാജ്യത്ത് രൂക്ഷമാണെന്നും വർഗീയ രാഷ്ട്രീയത്തെ മലയാളികൾ തള്ളുമെന്നും തരൂർ പറഞ്ഞു. 15 വർഷക്കാലത്തെ തന്റെ രാഷ്ട്രീയ നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടിയാണ് താൻ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനില്ലെന്നും ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനം ഓരോ സംസ്ഥാനങ്ങളിലെയും ധാരണപ്രകാരമാണെന്നും ശശി തരൂർ പറഞ്ഞു. നമ്മളുടെ കേരളത്തിന്റെ ചരിത്രവും കേരളത്തിന്റെ അനുഭവമൊക്കെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒപ്പം, എല്ലാ മതം, എല്ലാ ജാതി, എല്ലാവരും ഒപ്പം ജീവിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് നമ്മളുടെ. അത് കുറേ ഒരു 2000 വർഷമായിട്ട് അങ്ങ് നടക്കുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ കേരളം. അതുകൊണ്ട് ഈ വടക്കൻ ഭാരതത്തിൽ വരുന്ന വർഗീയത, അവരുടെ ചരിത്ര ഓർമ്മകൾ അതൊക്കെ നമ്മൾക്കില്ല. അവർ പറയുന്ന അവരനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആക്രമണങ്ങളും വേദനകളും അതിനെ ഇപ്പോൾ മാറ്റാനൊരു സമയമായി, ഞങ്ങളുടെ ഭരണം വരാനൊരു കാലം, അങ്ങനെ ഒരു ചിന്ത ഇവിടെ മലയാളി ഹിന്ദുക്കൾക്കൊന്നും ഇല്ലല്ലോ. നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ, നമ്മൾക്ക് അങ്ങനെ ഒരു വേദനയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പറയുമ്പോൾ കൂടി കേൾക്കാൻ ആൾക്കാർ വേണ്ടേ അവർക്ക്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അവർ വേറെ ഒരു സന്ദേശമൊക്കെ തരാൻ ശ്രമിക്കുന്നു. വികസനവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വികസനം എവിടെ വന്നിരിക്കണം ഈ നാട്ടിൽ? നമ്മളെല്ലാ ദിവസവും കാണുന്നത് എന്താണ്? ഞാൻ ഇന്ന് രാവിലെ TN പ്രതാപൻ്റെ ഈ സ്നേഹ സന്ദേശ യാത്രയുടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ UP എന്താ വികസനം കണ്ടിരിക്കുന്നത്? അവർക്ക് വലിയ പേര് കിട്ടി, അവരെല്ലാ സീറ്റ് ജയിക്കും എന്നൊക്കെ പറയുന്നു. ഹിന്ദുക്കൾക്ക് വേണ്ടി രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസ് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ MP പറഞ്ഞു. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര 7ാം ദിവസ പര്യടനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാമരാജ്യം കൊണ്ടുവരുമെന്ന് പറയുന്നവർ നാഥുറാം ഗോഡ്സെയുടെ രാജ്യമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കും എന്ന് പറഞ്ഞവർ 1 കോടി തൊഴിൽ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. 10 വർഷത്തെ മോദി ഭരണം രാജ്യത്തിന്റെ സുരക്ഷ വരെ അപകടത്തിലാക്കിയെന്നും തരൂർ ആരോപിച്ചു.
ജാഥ ക്യാപ്റ്റൻ TN പ്രതാപൻ MP-ക്ക് അദ്ദേഹം പതാക കൈമാറി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് സെക്രട്ടറി അരവിന്ദൻ പല്ലത്ത്, മുൻ MLA TV ചന്ദ്രമോഹൻ, നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട്, O അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. SK ഫുട്വെയർ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. സ്ഥാപനം തുറന്ന ശേഷമാണ് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കടയിലെ ഇൻവെർട്ടർ സ്ഥാപിച്ചിരുന്ന ഭാഗത്തു നിന്നാണ് തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കടയുടമ പറഞ്ഞു. കടയിലുണ്ടായിരുന്ന ബാഗുകൾ, ചെരുപ്പുകൾ എന്നിവ കത്തിനശിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കമായി. രാവിലെ പൂരത്തിലെ പ്രധാന പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ ആരംഭിച്ചു. എങ്കക്കാട് ദേശം എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവിൽ ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ ആരംഭിച്ചു. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പൻ മാരാർ, കോങ്ങോട് മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12-ന് ചരിത്ര പ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിച്ചതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമായി. വൈക്കം ചന്ദ്രൻ പഞ്ചവാദ്യത്തിന് നേതൃത്വം വഹിച്ചു. കുമരനെല്ലൂർ ദേശം ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ ദേശങ്ങൾ തമ്മിലുള്ള എഴുന്നള്ളിപ്പ്, പൂതൻ, തിറ, ഹരിജൻ വേല തുടങ്ങിയവ നടക്കും. തുടർന്ന് വൈകിട്ട് 6-ന് ഭഗവതിപുരം കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 8-ന് എങ്കക്കാട് ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെ പകൽപൂരത്തിന് സമാപനമാകും. വടക്കാഞ്ചേരി ദേശത്തിന് തെച്ചിക്കോട്ട് രാമചന്ദ്രനും എങ്കക്കാട് തിരുവമ്പാടി ചന്ദ്രശേഖരനും കുമരനെല്ലൂരിന് പുതുപ്പള്ളി കേശവനും തിടമ്പേറ്റും. ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്ത് കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ കുരങ്ങന്മാർ നെടുമ്പുര കോട്ടയിൽ വീട്ടിൽ സുധനന്റെ വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തി. വീടിന്റെ ഓടുകൾ തകർത്ത് അകത്തു കയറിയ കുരങ്ങന്മാർ സാധനങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു. നെല്ല് സൂക്ഷിച്ച കുടങ്ങൾ, അരി, പാത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, മറ്റ് വീട്ടുപകരണങ്ങൾ എന്നിവയും തയ്യാറാക്കി വെച്ച ഭക്ഷണങ്ങളും കുരങ്ങന്മാർ നശിപ്പിച്ചു. സമാനമായ രീതിയിൽ പ്രദേശത്ത് മറ്റു പല വീടുകളിലും കുരങ്ങന്മാർ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവസ്ഥ വളരെ മോശമാണ്. ഈ വന്യജീവികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ പന്നിയെ വേറെ അതുകൊട്ടെ നമ്മുടെ വീട്ടിലുള്ള ഒരു വസ്തു, ഒരു സാധനം പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ നമുക്ക് വെച്ച ചോറ് പോലും നമുക്ക് കഴിക്കാൻ പോലും കിട്ടുന്നില്ല. എല്ലാ സാധനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാമണ്ഡലം ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയെന്ന സംശയം. തിങ്കളാഴ്ച വൈകിട്ടാണ് 25ഓളം വിദ്യാർത്ഥികൾക്ക് വയറിളക്കവും പനിയും മറ്റും വന്നതിനെ തുടർന്ന് ചെറുതുരുത്തിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. ഏതാനും കുട്ടികൾ പുറത്ത് ചികിത്സ തേടിയതായും പറയുന്നുണ്ട്. ഹോസ്റ്റൽ ക്യാന്റീനിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഉഴുന്നുവട കഴിച്ചിരുന്നതായും പഴയ എണ്ണ ഉപയോഗിച്ചതിനെ തുടർന്ന് രുചിവ്യത്യാസമുണ്ടായതായും ഇവർ പറയുന്നു. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ പറഞ്ഞു. 17 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് 10 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചൂണ്ടൽ സ്വദേശി ചൂണ്ടപ്പുരയ്ക്കൽ മനോജിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ലിഷ ശിക്ഷിച്ചത്. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകരായ ബിനോയ്, അശ്വതി, രഞ്ജിക, ചന്ദ്രൻ എന്നിവർ കോടതിയിൽ ഹാജരായി. വേലൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി വ്യാപാര സ്ഥാപന ഉടമ അറസ്റ്റിൽ. വേലൂർ കീഴ്ത്തണ്ടിലങ്കലം സ്വദേശി കരുവായിൽ വീട്ടിൽ പ്രദീപിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ P. ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ള സൂപ്പർമാർക്കറ്റിൽ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 5 കിലോയോളം തൂക്കം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് പിടികൂടിയത്. കുറഞ്ഞ വിലയിൽ വാങ്ങിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ വൻ തുക ഈടാക്കിയാണ് യുവാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രതി വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ, പ്രിവന്റീവ് ഓഫീസർ സന്തോഷ്, സിവിൽ വുമൺ എക്സൈസ് ഓഫീസർ നിവ്യ ജോർജ്, സിവിൽ എക്സൈസ് ഓഫീസർ സതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മേഖലയിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല ആഘോഷിച്ചു. തെയ്യം, തിറ, കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. വടക്കൻ വാതിലിൽ ഗുരുതിയോടെയാണ് 2 ദിവസത്തെ ആഘോഷങ്ങൾ സമാപിച്ചത്.
പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിമരം നാട്ടി. ക്ഷേത്ര നടവഴിയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചു കൊണ്ടുവന്ന കൊടിമരം ക്ഷേത്ര നടപ്പുരയിൽ ദേവസ്വം ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് സ്ഥാപിച്ചു. തുടർന്ന് ആറാട്ടുപുഴ പൂരം പങ്കാളി ക്ഷേത്രങ്ങൾക്ക് തിരുവുള്ളക്കാവ് ദേവസ്വം വകയായി നൽകുന്ന 25 പാട്ട എണ്ണയുടെ വിതരണം ദേവസ്വം സെക്രട്ടറി എ കുമാരൻ നിർവഹിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും വിവിധ ക്ഷേത്രങ്ങളിലെ പൂരക്കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. പഴഞ്ഞി അയനൂരിൽ കിണറ്റിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ഒറീസ സ്വദേശി ജട്ടുൽ ചൌഹാനെയാണ് കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. കാട്ടകമ്പൽ സ്വദേശി മുഹമ്മദിന്റെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി വീടിനോട് ചേർന്ന കിണർ വൃത്തിയാക്കുന്നതിനായി കിണറിലിറങ്ങിയതായിരുന്നു. കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ വന്നതോടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ദിലീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ കരയിലെത്തിച്ചത്. രമ്യ ഹരിദാസ് MP എരുമപ്പെട്ടി പഞ്ചായത്തിലേക്ക് അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു. വിവിധ വാർഡുകളിലേക്കായി 22 ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ 12 എണ്ണത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. 44 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. രമ്യ ഹരിദാസ് MP സ്വിച്ച് ഓൺ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കിയ മുൻ പഞ്ചായത്ത് മെമ്പർ NK കബീർ, പഞ്ചായത്ത് മെമ്പർ MC ഐജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ബ്ലോക്ക് മെമ്പർ MM സലീം എന്നിവർ നേതൃത്വം നൽകി. അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആദൂരിൽ ബൈക്കിൽ നിന്ന് വീണ് യുവാവിന് പരിക്ക്. എയ്യാൽ കിഴക്കൂട്ട് വീട്ടിൽ സുജിത്തിനാണ് പരിക്കേറ്റത്. സുജിത്തിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രെയിനുകളിൽ ഓർഡിനറി നിരക്ക് തിരിച്ചെത്തി. തിരുവനന്തപുരം ഡിവിഷനിൽ ട്രെയിൻ നമ്പർ 0 തുടങ്ങുന്ന എക്സ്പ്രസ് സ്പെഷ്യൽ, മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനുകളിൽ ഓർഡിനറി നിരക്ക് പ്രാബല്യത്തിലായി. ഇതനുസരിച്ച് തൃശൂർ വഴി ഓടുന്ന ഗുരുവായൂർ എറണാകുളം, ഗുരുവായൂർ തൃശൂർ, പാലക്കാട് എറണാകുളം, ഷൊർണൂർ എറണാകുളം എന്നീ ട്രെയിനുകളിൽ യാത്രാ നിരക്ക് 10 രൂപയായിരിക്കും. ഓർഡിനറി ടിക്കറ്റുകളുടെ വിൽപ്പന എല്ലാ സ്റ്റേഷനുകളിലും ആരംഭിച്ചു. UTS ഓൺ മൊബൈൽ എന്ന ആപ്പ് ഉപയോഗിച്ച് സ്വന്തമായി ടിക്കറ്റ് എടുക്കുന്നവർക്കും മേൽപ്പറഞ്ഞ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ ഓർഡിനറി ടിക്കറ്റ് എടുത്താൽ മതിയെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ അതിപ്രധാനമായ ഉത്സവ ബലി നാളെ നടക്കും. ഉത്സവ ബലി തൊഴാൻ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഗുരുവായൂരപ്പ ഭക്തരെത്തും. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം 8 മണിയോടെയാണ് ഉത്സവ ബലി ചടങ്ങുകൾ ആരംഭിക്കുക. അതിസങ്കീർണമായ ചടങ്ങുകൾ 6 മണിക്കൂർ നീണ്ടു നിൽക്കും. ക്ഷേത്രം തന്ത്രിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവ ബലി. അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമമെന്നാണ് ഉത്സവ ബലിയെ വിശേഷിപ്പിക്കുന്നത്. ഇവരെ പാണികൊട്ടി മന്ത്രപുരസരം ആവാഹിച്ചു വരുത്തും. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക. 11 മണിയോടെ നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലി തൂകുന്ന സമയത്താണ് ഉത്സവ ബലി ദർശനം. 30 കോടി ദേവന്മാരും ഈ സമയത്ത് ഭഗവത് ദർശനത്തിന് എത്തുമെന്നാണ് സങ്കല്പം. ഈ സമയം ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ദീപാലങ്കാരങ്ങളാൽ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചിരിക്കും. ഉത്സവ ബലി കണ്ട് തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. തന്ത്രി നമ്പൂതിരിപ്പാടാണ് ഉത്സവ ബലി ചടങ്ങുകൾ നിർവഹിക്കുക. തന്ത്രിക്ക് പുറമെ തിടമ്പ് കയ്യിലെന്തുന്ന കീഴ്ശാന്തി, വിളക്ക് പിടിക്കുന്ന കഴുകക്കാർ, പാണികൊട്ടുന്ന മാരാർ എന്നിവർ ചടങ്ങ് പൂർത്തിയാകുന്ന വൈകിട്ട് 4 വരെ ജലപാനം പോലുമില്ലാതെ ശുദ്ധോപവാസത്തിലായിരിക്കും. പക്ഷിമൃഗാദികൾക്ക് കൂടി ഈ ദിവസം അന്നം നൽകണമെന്നാണ് ആചാരം. സന്ധ്യയ്ക്ക് 12 ഇടങ്ങഴി അരിവെച്ച നിവേദ്യം ഇതിനായി ചെമ്പ് വട്ടകയിൽ മാറ്റിവെച്ചിരിക്കും. ദേശപ്പകർച്ചയാണ് ഉത്സവ ബലി ദിവസത്തെ മറ്റൊരു സവിശേഷത. പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ദേശപ്പകർച്ചയിൽ നൽകുക. മാമ്പഴം, പഴം എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന വെന്നിയും മുതിരയും ഇടിച്ചക്കയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുഴുക്ക്, പപ്പടം, ചെത്തുമാങ്ങ അച്ചാർ എന്നിവ ഈ ദിവസത്തെ പ്രത്യേകതയാണ്. രാത്രി ചോറ്, കാളൻ, ഓലൻ, എലിശ്ശേരി, പച്ചടി, വറുത്തുപ്പേരി, ചെത്തുമാങ്ങ അച്ചാർ, പായസം എന്നിവയോടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും.
ഗുരുവായൂർ ഉത്സവം എന്നാൽ ക്ഷേത്രത്തിനു മാത്രമല്ല നഗരത്തിനും അലങ്കാരമാണ്. തട്ടുകട മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ മത്സരിച്ച് അലങ്കരിക്കും. ഏറ്റവും നന്നായി അലങ്കരിക്കുന്നവർക്ക് ദേവസ്വം സമ്മാനവും നൽകും. ഗുരുവായൂർ ഉത്സവത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അലങ്കാരം. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് രൂപീകരിക്കുന്ന 7 സബ് കമ്മിറ്റികളിൽ ഒന്ന് അലങ്കാരമാണ്. ഇതിൽ വൈദ്യുത അലങ്കാരങ്ങൾക്കാണ് പ്രാധാന്യം. ക്ഷേത്രവും പരിസരവും വൈദ്യുത അലങ്കാരം നടത്തുന്നതിനായി 19 ലക്ഷം രൂപയാണ് ദേവസ്വം ഉത്സവ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഏറ്റവും നന്നായി അലങ്കരിക്കാൻ ദേവസ്വത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ മത്സരിക്കും. സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളും മത്സരിച്ച് അലങ്കരിക്കും. ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്ക് പുറമെ വ്യക്തിപരമായും അലങ്കാരങ്ങൾ നടത്തും. അലങ്കാരത്തിന് ലക്ഷങ്ങൾ ചെലവിടാൻ മടിയില്ലാത്തവരുമുണ്ട്. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ പുറത്തേക്ക് എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ വരവേൽക്കാനാണ് ഈ അലങ്കാരം നടത്തുന്നത്. ദേവീദേവന്മാരുടെ രൂപങ്ങൾ അലങ്കരിച്ചു വയ്ക്കും. നിശ്ചല ദൃശ്യങ്ങളും ചലിക്കുന്ന രൂപങ്ങളും ഉത്സവ പുലിമയാകും. നിറപറയും നിലവിളക്കും വെച്ച് സന്ധ്യയ്ക്ക് ചിരാത് തെളിയിക്കും. രാത്രിയെ പകലാക്കുന്ന ഈ അലങ്കാരങ്ങൾ ഉത്സവ കാഴ്ചകൾക്ക് മിഴിവേകും. ഈ 2 ദിവസങ്ങളിലും ഭഗവാനോടൊപ്പം അലങ്കാരങ്ങളും കാണാൻ ഭക്തജന സഹസ്രം ഗുരുപവനപുരിയിലേക്ക് ഒഴുകിയെത്തും. കൊടുങ്ങല്ലൂർ മേത്തലയിൽ JCB ഉപയോഗിച്ച് മണ്ണെടുക്കുന്നതിനിടയിൽ പരിക്കേറ്റ മൂർഖൻ പാമ്പിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. മേത്തല കൊന്നച്ചുവടിന് സമീപം റോഡ് ശരിയാക്കുന്നതിനിടയിലാണ് JCBയുടെ ലോഡർ ബക്കറ്റ് തട്ടി പുല്ലാനി മൂർഖന് പരിക്കേറ്റത്. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനായ താഹിർ അഴീക്കോട് പാമ്പിനെ കൊടുങ്ങല്ലൂർ വെറ്ററിനറി ആശുപത്രിയിൽ എത്തിച്ചു. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ പാമ്പിനെ വെറ്ററിനറി സർജൻ ഡോക്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ ഗൗതം, കാവ്യ, ഹർഷ, കീർത്തന, ജിൻസി, സ്നേഹ എന്നിവരടങ്ങിയ സംഘം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിൽ എത്തിക്കുന്നതിനായി പാമ്പിനെ വനം വകുപ്പിന് കൈമാറി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവനും സ്ഥലത്തെത്തിയിരുന്നു. മൂർഖനെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ശരിക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള നിലക്കാണ് കൊണ്ടുവന്നത്. സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ ബോൺ തന്നെ വെട്ടിപ്പിളോളം നട്ടലിൻ്റെ ഭാഗം തന്നെ ടോട്ടൽ ഫ്രാക്ചറായി പുറത്താണ്. അപ്പോൾ അത് ഫർദർ ഒരു ഇൻ്റർമീഡിയൽ ഒരു പിന്നിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ തൽക്കാലം അതിന് ഫാങ്ങിൻ്റെ അവിടെ ഒരു മുറിവുണ്ട്. അവിടുത്തെ ഗൈഡ്ലൈൻ ചെയ്താൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇത് നട്ടിലുമുള്ള ഒരു ടോട്ടൽ ഫ്രാക്ചറാണ്. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ മാസം 29, മാർച്ച് 1 തീയതികളിൽ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിസ്മയമായ YWIT 2024 സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇന്റർ കൊളീജിയേറ്റ് ഡാൻസ് മത്സരങ്ങൾ നടക്കും. സാങ്കേതിക സ്ഥാപനങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമായി വിദ്യാർത്ഥികളും ശാസ്ത്ര തൽപരരായവരും ഉൾപ്പെടെ 15,000-ലധികം പേർ പങ്കെടുക്കും. എരുമപ്പെട്ടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാക്കൽറ്റി കൺവീനർ KBCG, ജോയിന്റ് കൺവീനർ AR കിരൺ ബാബു, മീഡിയ കൺവീനർ MS സുരഭി, വിദ്യാർത്ഥികളായ NM വിഷ്ണു, ആൽബിനോ ഷാജു, K അനൂഷ, അജയ് ജെയിംസ് എന്നിവർ പങ്കെടുത്തു. നെഹ്റു യുവകേന്ദ്രയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമും ജില്ലാ ഘടകത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ യുവജന പാർലമെന്റ് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന നൈബർഹുഡ് യൂത്ത് പാർലമെന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ C ബിൻസി അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ VK ശ്രീധരനെ ചടങ്ങിൽ ആദരിച്ചു. ആശ ഫ്രാൻസിസ് ക്ലാസ് നയിച്ചു. NSS ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ്, പ്രോഗ്രാം കൺവീനർ നന്ദകുമാർ, KR ശ്രീജിത്ത് ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് യുവജന പാർലമെന്റിൽ പങ്കെടുത്തത്. അദ്ദേഹം വീട്ടിൽ സൃഷ്ടിച്ച ഒരു ഭൂമിമിത്ര അവാർഡ് ലഭിക്കുകയാണ്. സന്തോഷമുണ്ടെങ്കിൽ കയ്യടി, ഉല്ലാസമുണ്ടെങ്കിൽ കയ്യടി, സന്തോഷമുണ്ടെങ്കിൽ മുട്ടടി. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിക്കുന്ന നാഷണൽ ലൈബ്രറി സെമിനാറും അക്കാദമിക് ലൈബ്രറി അസോസിയേഷൻ അവാർഡ് ദാനവും മാർച്ച് 2 നടക്കും. സുസ്ഥിര വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും ലൈബ്രറികളുടെ പങ്ക് എന്ന വിഷയത്തിലാണ് ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 200-ൽ പരം ലൈബ്രറിയന്മാർ സെമിനാറിൽ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അക്കാദമിക് ലൈബ്രറി അസോസിയേഷന്റെ അവാർഡ് കേരള സർവകലാശാല ലൈബ്രറി സയൻസ് മേധാവിയായിരുന്ന ഡോക്ടർ S ഹുമയൂൺ കബീറിനും യുവ ലൈബ്രറിയനുള്ള അവാർഡ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ലൈബ്രറിയൻ KR സുരേഖയ്ക്കും സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫസർ ആൻഡ് ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ AT ഫ്രാൻസിസ്, എക്സ്റ്റേണൽ ഓപ്പറേഷൻസ് ജനറൽ മാനേജർ ബോർഗിയോ ലൂയിസ്, ജോയിന്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി CG ദീപ, അമല PRO ജോസഫ് വർഗീസ് എന്നിവർ പങ്കെടുത്തു.
പെരുവല്ലൂർ സെഞ്ചുറി അഡ്വഞ്ചേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നെഹ്റു യുവകേന്ദ്രയുടെ സഹായത്തോടെ സംഘടിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള ഇന്റർ യൂത്ത് ക്ലബ്ബ് സ്പോർട്സ് മീറ്റ് സമാപിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ ഡി വിഷ്ണു അധ്യക്ഷനായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സമ്മാനദാനം നിർവഹിച്ചു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ചടങ്ങുകൾ ഭക്തിനിർഭരമായി. രാവിലെ വിശേഷാൽ ശീവേലി നടന്നു. ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളം അകമ്പടിയേകി. നിരവധി ഭക്തരാണ് ദർശനത്തിനും മേളം ആസ്വദിക്കാനുമായി എത്തിയത്. വൈകിട്ട് ദീപക്കാഴ്ച, പഞ്ചവാദ്യം, തിരുവാതിരക്കളി, ഓട്ടൻതുള്ളൽ എന്നിവയും അരങ്ങേറും. നാളെ നടക്കുന്ന ആറാട്ടോടുകൂടി ക്ഷേത്രോത്സവത്തിന് സമാപനമാകും. കയ്പമംഗലം അബ്ദുൾ കരീം ഹാജിയുടെ 26ാമത് ഉറൂസ് മുബാറക്കിന് നാളെ തുടക്കമാകും. രാവിലെ 9-ന് കൊടി ഉയർത്തൽ, കൂട്ട സിയാറത്ത് എന്നിവ നടക്കും. വൈകിട്ട് 7-ന് നടക്കുന്ന ഗുദൂബിയത്തിന് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി അസ്ലം മുസ്ലിയാർ നേതൃത്വം നൽകും. ഹാഫിൾ സയ്യിദ് അസ്ഹനി മുഖ്യപ്രഭാഷണം നടത്തും. 29-ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന റിയാഫി റത്തീബിന് PMS തങ്ങൾ, ബ്രാലം, ഇമ്പിച്ചിക്കോയ തങ്ങൾ തുടങ്ങിയവരും നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ PA അബൂബക്കർ ഹാജി, PB മൂസ ഹാജി, സിറാജുദ്ദീൻ സഖാഫി, ഹാഫിൾ സയ്യിദ് അസ്ഹനി, PC അബ്ദുറഹ്മാൻ സഖാഫി, ഇസ്മായിൽ കരീമി, മുഹമ്മദ് നസീർ കൂരിക്കുഴി എന്നിവർ പങ്കെടുത്തു. എടത്തിരുത്തി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് കിഴങ്ങ് വർഗ്ഗ കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ PC സജ്ന, കൃഷി അസിസ്റ്റന്റുമാരായ V വിപിൻ കുമാർ, MM ഹസീബ് തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ ഗവൺമെന്റ് ഫിഷറി LP സ്കൂളിൽ പറവകൾ കൊരിറ്റ് കുടിനീര് എന്ന പദ്ധതി ആരംഭിച്ചു. MLA ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ പ്രകാശിനി മുല്ലശ്ശേരി, പ്രധാനാധ്യാപിക VS ശ്രീജ, PTA പ്രസിഡന്റ് അൻസിൽ പുന്നിലത്ത് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളായ കിടപ്പ് രോഗികൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 62 കിടപ്പ് രോഗികൾക്കാണ് പദ്ധതി പ്രകാരം ആനുകൂല്യം വിതരണം ചെയ്തത്. 1,20,000 രൂപയാണ് പദ്ധതി ചിലവ്. അതിരപ്പള്ളി പഞ്ചായത്ത് വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച് കുട്ടി ഡോക്ടർ സംരംഭത്തിന് ജില്ലയിൽ തുടക്കം കുറിച്ചു. വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സൗബിനി മണിലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി ലോഗോ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, AEO അമ്പിളി, പഞ്ചായത്ത് അംഗം KK റിജേഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രശാന്ത് മാത്യു, അഷിത രമേശ്, ഷാൻഡി ജോസഫ് എന്നിവർ സംസാരിച്ചു. ഹസ്തലിഖിത ഗ്രന്ഥ ഗവേഷണം പ്രോത്സാഹിപ്പിക്കണമെന്ന് ദേശീയ മാനുസ്ക്രിപ്റ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ അനിർബൻ ഡാഷ് അഭിപ്രായപ്പെട്ടു. കേന്ദ്രീയ സംസ്കൃത സർവകലാശാലയുടെ PT കുര്യാക്കോസ് സ്മൃതി ഭവൻ പാവറട്ടി കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച മാനുസ്ക്രിപ്റ്റിനെക്കുറിച്ചുള്ള 5-ദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ ഗോവിന്ദ പാണ്ഡെ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ K വിശ്വനാഥൻ, സെന്റർ കൺവീനർ ഡോക്ടർ ഗിരിധര റാവു തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടഴിയൂർ GM UP സ്കൂൾ വാർഷികാഘോഷം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി സബ് ഇൻസ്പെക്ടർ D വൈശാഖ് ഉപഹാര സമർപ്പണം നടത്തി. ജനപ്രതിനിധികളായ പൂർണിമ നിഖിൽ, വാസന്തി ആനന്ദൻ, PTA പ്രസിഡന്റ് അഫ്സൽ പാടൂർ എന്നിവർ സംസാരിച്ചു.
മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആധുനിക മറ്റു പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കോട്ടത്തിലല്ലേ നമുക്ക് വിദ്യാഭ്യാസം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. ഗഗൻയാൻ ബഹിരാകാശ യാത്രാ സംഘത്തലവനായി മലയാളിയും പാലക്കാട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തലവൻ. ദൌത്യസംഘത്തെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. BJPയുടെ ഹിന്ദുത്വ സിദ്ധാന്തങ്ങൾക്കും ഐഡിയോളജിക്കും പ്രവർത്തനങ്ങൾക്കുമൊന്നും കേരളത്തിൽ വലിയ അംഗീകാരം കിട്ടില്ലെന്ന് ശശി തരൂർ MP. രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് ശശി തരൂർ. പഴയന്നൂർ ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പൂരലഹരിയിൽ ഉത്രാളിക്കാവ് കൂട്ടിയെഴുന്നള്ളിപ്പ് വൈകിട്ട്. എങ്കക്കാട് ദേശത്തിന്റെ വെടിക്കെട്ടോടെ പകൽ പൂരത്തിന് സമാപനമാകും. ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്ത് കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായി. വീടിന്റെ ഓട് തകർത്തകത്ത് കയറി കുരങ്ങന്മാർ സാധനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.